നമസ്കാരം. ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് പ്രധാനമായിട്ടും പഠനമൊക്കെ കഴിഞ്ഞ് ഒരു ജോലി അന്വേഷിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പഠനം കഴിയാറാകുന്ന സമയത്തൊക്കെ ആൾക്കാർ അന്വേഷിക്കാറുണ്ട്. എനിക്ക് എളുപ്പത്തിൽ എങ്ങനെയാണ് പ്രത്യേകിച്ച് ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ഒരു സോഴ്സ് ഓഫ് ഇൻകം കണ്ടെത്താനായിട്ട് സാധിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്യുമ്പോഴായാലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ജോലികൾ ചെയ്യുന്ന സമയത്തൊക്കെ ആൾക്കാർ ചിന്തിക്കാറുണ്ട്, എനിക്ക് എങ്ങനെയാണ് ഒരു സെക്കൻഡ് സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടാക്കാനായിട്ട് സാധിക്കുക. ഭൂരിഭാഗം സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പെട്ടെന്ന് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാനോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഓണ്ടർപ്രണർഷിപ്പിലേക്ക് വരാനോ വലുതായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ മൂലധനം ഉണ്ടായില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കുടുംബസ്വത്തോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ധനം കൊടുത്ത് സഹായിക്കാനുള്ള സംരംഭങ്ങളൊക്കെ വളരെ ശ്രമകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. സ്റ്റാർട്ടപ്പുകൾ പോലും കിതയ്ക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഹൈ കോമ്പറ്റീഷൻ ആണ്. എല്ലാ മേഖലകളിലും അത്ര കണ്ട് വലിയ ഇന്നോവേഷൻ കൊണ്ടുവരുന്ന ആൾക്കാർക്ക് മാത്രമാണ് ഇന്ന് വിജയമുള്ളൂ. ഇങ്ങനെ ആയിരിക്കുന്ന സമയത്ത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നതും അതുപോലെ തന്നെ ഒരു സെക്കൻഡ് സോഴ്സ് ഓഫ് ഇൻകം വിത്തൗട്ട് ഇൻവെസ്റ്റ്മെന്റ്. പല ആൾക്കാരും എപ്പോഴും സെർച്ച് ചെയ്യുന്നത് പോലും എനിക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ഉണ്ട്, അല്ലെങ്കിൽ വിത്തൗട്ട് എനി ഇൻവെസ്റ്റ്മെന്റ് എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളിലേക്കുള്ള വെളിച്ചം വീശലാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇതിലെ ഏതെങ്കിലും ഒരു പോയിന്റെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശ്രദ്ധാപൂർവം കേൾക്കുക. വളരെ ലളിതമായിട്ടാണ് ഞാൻ കാര്യങ്ങൾ വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഒന്നാമതായിട്ട് നമുക്കിതിന് ചില റിക്വയർമെന്റ്സ് ഉണ്ട്. നമുക്ക് ആദ്യമായിട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ട്, ആധാർ കാർഡ് ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അഡ്രസ് ഉണ്ട്. അതിനോടൊപ്പം തന്നെ നമുക്കൊരു പാൻ കാർഡ് ഉണ്ടായിരിക്കുക എന്നുള്ളത്, സാധാരണ രീതിയിലുള്ള ഒരു ബാങ്ക് അക്കൗണ്ട് നമുക്ക് ആവശ്യമാണ് എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ. ഇനി മൂന്നാമതായിട്ട് അടിസ്ഥാനപരമായിട്ട് മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും ഉപയോഗിക്കാനുള്ള അറിവ്. അത് ജസ്റ്റ് കോൾ ചെയ്യുകയും വീഡിയോ ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് കൃത്യമായിട്ട് ഒരു വെബ്സൈറ്റ് ബ്രൗസ് ചെയ്യാനും അതിലൊരു അക്കൗണ്ട് ഉണ്ടാക്കാനും അതിൽ സൈൻ ഇൻ ചെയ്യാനും സൈൻ അപ്പ് ചെയ്യാനും ഒക്കെ അങ്ങനെയുള്ള അറിവുകൾ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. ഇന്ന് ഭൂരിഭാഗം ആളുകൾക്കും കമ്പ്യൂട്ടർ ലിറ്ററസി അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ഇന്റർനെറ്റിനെ കുറിച്ചൊക്കെയുള്ള അറിവ് നല്ല രീതിയിൽ തന്നെ ഉണ്ട്. അതില്ലെങ്കിൽ അത് നമുക്ക് ആക്വയർ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് ഭാഷ അറിഞ്ഞിരിക്കണമെന്ന് മാത്രം. കാരണം നമ്മളുടെ ട്രാൻസ്ലേഷൻ അത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ പവർഫുൾ ആയിട്ട് വരുന്നതേ ഉള്ളൂ. അപ്പൊ ഇത്രയും മാത്രം അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ ഇന്നത്തെ കാലത്ത് 10ാം ക്ലാസ് കഴിഞ്ഞ് എല്ലാവർക്കും തന്നെ ഉണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെ ആയിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് എന്താണ് വിത്തൗട്ട് ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്ന കാര്യം എന്താണ്? ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെ പോലെ തന്നെ അടിസ്ഥാനപരമായിട്ട് ഇന്നത്തെ കാലത്ത് നമുക്ക് ജീവിക്കാനായിട്ട് നമുക്ക് വേണ്ട ഒരു സംഗതിയാണ് ഒരു സോഷ്യൽ മീഡിയ പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഇൻസ്റ്റഗ്രാമിൽ പ്രൊഫൈലുള്ള ആൾക്കാരുണ്ട്, ഫേസ്ബുക്കിൽ പ്രൊഫൈലുള്ള ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ യൂട്യൂബ് ചാനലുള്ള ആളുകളുണ്ട്, ഫേസ്ബുക്ക് പേജ് അല്ലെങ്കിൽ ബ്ലോഗുകൾ, വെബ്സൈറ്റ് ഒക്കെ സ്വന്തമായിട്ടുള്ള ആൾക്കാരുണ്ട്. ഇതൊന്നും ആക്വയർ ചെയ്യുക എന്നുള്ളത് നമുക്ക് പ്രത്യേകിച്ച് എക്സ്പെൻസ് ഉള്ള ഒരു കാര്യമല്ല. ഇന്റർനെറ്റിന് റീചാർജ് ചെയ്യാനുള്ള പണം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു ഇമെയിൽ ഉണ്ടാക്കാൻ അറിയുന്ന ഒരാൾക്ക് കൃത്യമായിട്ട് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കാനും സാധിക്കും. ഇതൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ട്യൂട്ടോറിയൽസ് ഉണ്ട്. അതൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് തന്നെ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതിന് ഒരുപാട് കാലത്തിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ ഇത്രയും അറിവുകളുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അടിസ്ഥാന കാര്യങ്ങളാണ് ഇപ്പൊ പറഞ്ഞത്. സോഷ്യൽ മീഡിയ പ്രൊഫൈൽ ഇന്നത്തെ കാലത്തിന്റെ ഒരു അനിവാര്യതയായിട്ട് മാറിയിരിക്കുകയാണ്. അത് ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകും. ആദ്യമായിട്ട് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ പണം സമ്പാദിക്കാനായിട്ട്, ആ പണം എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. നമ്മൾ എടുക്കുന്ന പണിക്കനുസരിച്ചിട്ടുള്ള പണം, നമ്മൾ ഉറങ്ങുമ്പോഴും നമുക്ക് പണം സമ്പാദിക്കാനുള്ള അവസരങ്ങൾ ഈ മാധ്യമങ്ങളിൽ കൂടെ തരുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആമസോൺ അസോസിയേറ്റ് മാർക്കറ്റിംഗ് ആണ്, അല്ലെങ്കിൽ ആമസോൺ അഫിലിയേറ്റ് പ്രോഗ്രാം എന്ന് പറയുന്ന ഒരു സംഗതി തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആമസോണിലേക്ക് പ്രൊഡക്റ്റുകൾ നമ്മൾ കൊണ്ടുവച്ച് വിൽക്കുന്ന അത്തരത്തിലുള്ള പരിപാടിയല്ല, മറിച്ച് നിലവിൽ ആമസോണിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നതായിട്ടുള്ള ഈ എക്സിസ്റ്റിംഗ് പ്രൊഡക്ട്സ്, അതിൽ ഏകദേശം 95% പ്രൊഡക്ട്സും നമുക്ക് അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിന് അവൈലബിൾ ആണ്, അല്ലെങ്കിൽ അസോസിയേറ്റ് മാർക്കറ്റ് ചെയ്യാനായിട്ട് അവൈലബിൾ ആണ്. എങ്ങനെയാണ് നമുക്കിത് സാധ്യമാക്കുക? ആമസോണിൽ കയറുമ്പോൾ നമുക്ക് ഒരുപാട് പ്രൊഡക്ട്സ് കാണാനായിട്ട് സാധിക്കും. നമ്മൾ അതിൽ കൂടെ പർച്ചേസ് ചെയ്യാറുണ്ട്. നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെയൊക്കെ ലിങ്ക് എടുത്ത് ചിലപ്പോൾ അയച്ചു കൊടുക്കാറുണ്ട്. അപ്പൊ ആ ലിങ്കിൽ കൂടി ഒരു വ്യക്തി മേടിക്കുമ്പം അതിന്റെ ഒരു കമ്മീഷൻ നമുക്ക് എങ്ങനെ ഏൺ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും അതിനുള്ള ഫെസിലിറ്റി നമുക്ക് ആമസോൺ തരുന്നുണ്ട് എന്നുള്ളതാണ് ആമസോൺ അസോസിയേറ്റ് പ്രോഗ്രാമിൽ കൂടെ. അപ്പൊ ആമസോൺ അസോസിയേറ്റ് പ്രോഗ്രാമിലേക്ക് എങ്ങനെയാണ് അതിൽ അക്കൗണ്ട് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനത്തെ നൂലാമാലകളോ അല്ലെങ്കിൽ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഞാൻ ഡീപ്പായിട്ട് പോകുന്നില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ റിക്വയർമെന്റ്സ് ഉള്ള ആൾക്കാർക്ക് ഞാനത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. വഴി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് തന്നെ ഡ്രൈവ് ചെയ്ത് പോകാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ ഡ്രൈവിംഗ് അറിഞ്ഞിരിക്കണമെന്ന് മാത്രം. അപ്പൊ ആമസോൺ അസോസിയേറ്റ് പ്രോഗ്രാമിൽ നമുക്ക് ആക്ടിവേറ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരത് അപ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നിർബന്ധമായിട്ടും
ഒരു സോഷ്യൽ മീഡിയ പേജ്, ഒന്നെങ്കിൽ ഒരു ഫേസ്ബുക്ക് പേജ്, അല്ലെങ്കിൽ ഒരു നല്ല യൂട്യൂബ് ചാനൽ, ഇനി അതല്ലെങ്കിൽ ഒരു നല്ല രീതിയിൽ റീച്ചുള്ള ഒരു ബ്ലോഗ്, അല്ലെങ്കിൽ നല്ല രീതിയിൽ റീച്ചുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ടായിരിക്കണം. ഈ മാധ്യമങ്ങളിലൂടെ നിങ്ങൾ കൊടുക്കുന്ന കണ്ടന്റ്, വീഡിയോ ആയാലും ആർട്ടിക്കിൾസ് ആയാലും നല്ല വ്യക്തതയാർന്ന റിയൽ നിങ്ങളുടെ തന്നെ കണ്ടന്റ് ആയിരിക്കുന്നതാണ് കൂടുതൽ നല്ലത്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോയൽറ്റി ഫ്രീ ആയിട്ടുള്ള ഇമേജസ് ഉപയോഗിച്ചുകൊണ്ടോ, ഇതൊന്നും സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങളല്ല. എന്നിരുന്നാലും അവിടെ അവർക്ക് സർട്ടൻ പോളിസീസ് ഉണ്ട്. അവരുടെ പോളിസീസ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് അതിലേക്ക് കയറുന്ന സമയത്ത്, തീർച്ചയായിട്ടും അക്കൗണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ നോക്കുന്ന സമയത്ത് മനസ്സിലാകും. അത് സാധാരണ സോഷ്യൽ മീഡിയ വെബ്സൈറ്റുകളിലൊക്കെ ഉള്ളതുപോലെ തന്നെ ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് എന്തെങ്കിലും രീതിയിലുള്ള നെഗറ്റീവായിട്ടുള്ള ന്യൂസുകളോ ഹെയ്റ്റ് സ്പീച്ചുകളോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള കണ്ടന്റുകളൊക്കെ കൊടുത്തോണ്ട് അങ്ങനെയുള്ള പബ്ലിസിറ്റിയിലുള്ള ചാനലല്ല അവർക്ക് ആവശ്യം. അവിടെ നമുക്ക് ആമസോൺ ഇൻഫ്ലുവൻസർ പ്രോഗ്രാമിനും കൂടി അവർ അവസരം നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഞാനൊക്കെ ഇത് ആരംഭിക്കുന്ന കാലത്ത് 10,000 ലൈക്കുകളുള്ള ഒരു ഫേസ്ബുക്ക് പേജ് മതിയായിരുന്നു. ഇപ്പോഴും ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ്. അത് ഇത്ര നമ്പർ ഓഫ് ലൈക്ക് വേണമെന്നൊന്നും നിർബന്ധമില്ല. പക്ഷെ നമ്മൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതായിരിക്കണം. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ യൂട്യൂബ് ചാനലാണെങ്കിലും ഫേസ്ബുക്ക് പേജ് ആണെങ്കിലും ഒരു 10,000 എങ്കിലും സബ്സ്ക്രൈബേഴ്സ് ഉള്ളതായിട്ടുള്ള ഒരു അവസ്ഥ, നിങ്ങളുടെ വെബ്സൈറ്റ് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ഉള്ളത്, അല്ലെങ്കിൽ ബ്ലോഗ് ആണെങ്കിലും അത്യാവശ്യം നിലവാരമുള്ള ഒരു അവസ്ഥയിലുള്ള ഈ ഒരു സംഗതികൾ ഇതിലേതെങ്കിലും ഒന്ന് അല്ലെങ്കിൽ ഒന്നിലധികമോ നിങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ആമസോൺ അസോസിയേറ്റ് പ്രോഗ്രാം എന്ന് സെർച്ച് ചെയ്ത് കഴിയുന്ന സമയത്ത് ലഭിക്കുന്നതായിട്ടുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് അതിലേക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. അങ്ങനെ എൻ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം അവർ ചോദിക്കും. ആ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക. അതിനുശേഷം അവർ നമ്മുടെ ഡീറ്റെയിൽസ് ഒന്ന് വെരിഫൈ ചെയ്യും. അത് മാനുവൽ വെരിഫിക്കേഷൻ ആണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ കാര്യമൊക്കെ സത്യമാണോ, ഇത് നമ്മുടെ തന്നെ വെബ്സൈറ്റ് ആണോ, ഈ വെബ്സൈറ്റിൽ നമ്മൾ ആമസോണിന്റെ പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യാനൊക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള കണ്ടന്റുകളൊക്കെ ആണോ ഇടുന്നത്, ആമസോണിന്റെ പോളിസീനെ അതൊക്കെ വയലേറ്റ് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ നോക്കുന്നത്. അടിസ്ഥാനപരമാണ്. ഇത് അത്ര വിഷമമുള്ള ഒരു ടാസ്ക് ഒന്നുമല്ല. എനിക്കൊക്കെ ഫസ്റ്റ് സബ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ അക്സെപ്റ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു പ്രോസസ്സിൽ നമുക്ക് വെരിഫിക്കേഷൻ അപ്രൂവ് ആയി കഴിയുന്ന സമയത്ത് അവർ നമ്മളെ അറിയിക്കും. അങ്ങനെ അവർക്കൊരു നിബന്ധന ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 150 ദിവസത്തിനുള്ളിൽ 3 ക്വാളിഫയിങ് ആയിട്ടുള്ള സെയിൽസ് നമ്മൾ നടത്തിയിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ 150 ദിവസം സമയമുണ്ട്. വൺസ് നമുക്കിത് അപ്രൂവ് ആയി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സ്ഥിരമായിട്ട് നിൽക്കണമെങ്കിൽ 150 ദിവസത്തിന്റെ ഉള്ളിൽ നമ്മുടെ ലിങ്ക് വഴി 3 കച്ചവടം നടക്കണമെന്നുള്ളതാണ്. നമ്മളിപ്പോൾ സാധാരണ ആമസോണിൽ ഒരു പ്രൊഡക്റ്റ് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് എൻ്റർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അസോസിയേറ്റ് ലിങ്ക് ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ അതിൽ വരും. അപ്പൊ അസോസിയേറ്റ് ലിങ്ക് എടുത്തിട്ട് നമ്മൾ ഇവരുടെ പോളിസീസി പറയുന്നതനുസരിച്ചിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ നമുക്ക് ഈ ലിങ്കുകൾ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ പേജിൽ നമ്മളൊരു പ്രൊഡക്റ്റ് റിവ്യൂ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ലിങ്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന് ചില നിബന്ധനകളും നിയമങ്ങളും ഒക്കെ ഉണ്ട്. നേരെ അവരുടെ പിക്ചർ എടുത്തിട്ടിട്ട് നമുക്ക് ഉപയോഗിക്കാനുള്ള അധികാരമില്ല. എന്നാൽ അവർ തരുന്നതായിട്ടുള്ള കോഡ് നമുക്ക് നമ്മുടെ വെബ്സൈറ്റിലേക്ക് എംബഡ് ചെയ്ത് വെക്കാനുള്ള അവസരമൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് അതിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും. കാരണം ഞാൻ പറഞ്ഞു, ബേസിക് ടെക്നിക്കൽ നോളജ് ഉള്ള ആൾക്കാർക്ക് സാധ്യമായിട്ടുള്ള കാര്യമാണ്. കയറുന്ന സമയത്ത് തീർച്ചയായിട്ടും മനസ്സിലാവും. ഞാൻ ആ കാര്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഇവിടെ ഒന്നും തീരില്ല. അപ്പോൾ ഈ സംഗതിയിൽ കൂടെ നിങ്ങൾക്ക് തരുന്ന ലിങ്കിൽ കൂടെ, നിങ്ങളുടെ അഫിലിയേറ്റ് ലിങ്കിൽ കൂടെ നിങ്ങൾ 150 ദിവസത്തിനുള്ളിൽ 3 കച്ചവടം നടത്തി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇത് സ്ഥിരമായിട്ട് കിട്ടുകയാണ്. ഇവിടെ നിങ്ങളുടെ അതേ പ്രൊഫൈലിൽ കൂടെ നിങ്ങൾ ബൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും അപ്രൂവ് ചെയ്ത് കിട്ടുകയില്ല. റിജക്ഷൻ വരാനുള്ള സാധ്യതയും വളരെ അധികമാണ്. അവരെ പറ്റിക്കാമെന്നുള്ള ഒരു രീതിയിൽ നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. ജെന്യുവിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള രീതിയിൽ തന്നെ എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും അത് ആത്മാർത്ഥമായിട്ട് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് ബുദ്ധിപരമായിട്ട് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മുന്നിലൊരു ഗോൾ അല്ലെങ്കിൽ ഒരു ലക്ഷ്യം കണ്ടുകൊണ്ട് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിജയിക്കും. അപ്പം നമ്മൾ കൊടുക്കുന്ന ലിങ്ക് വഴി ചിലപ്പോൾ നമുക്ക് അറിയുന്ന ആൾക്കാരായിരിക്കും, അറിയാത്ത ആൾക്കാരായിരിക്കും. 3 കച്ചവടം നടന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഫിക്സ് ആയിട്ട് കിട്ടുകയാണ്. പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ ബ്ലോഗ് ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള സോഷ്യൽ മീഡിയ പേജസ് നല്ല റീച്ച് ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് തകൃതിയായിട്ട് അതിലെ കച്ചവടം നടത്താനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് പ്രൊഡക്റ്റ് റിവ്യൂവിന്റെ വീഡിയോസ് ചെയ്യാം. അങ്ങനെ തന്നെയുള്ള വീഡിയോസ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ എഡ്യൂക്കേഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബ്ലോഗ് അല്ലെങ്കിൽ വീഡിയോ ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്ലാറ്റ്ഫോമിലേക്ക് ആഡ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ആമസോൺ അസോസിയേറ്റ് പ്രോഗ്രാമിൽ എൻ്റർ ചെയ്ത് നിങ്ങൾക്ക് ഇൻഫ്ലുവൻസർ മോഡും കൂടി ആക്റ്റീവായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആമസോൺ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു സ്റ്റോർ ഫ്രണ്ട് തന്നെ തരും. അപ്പം നമുക്കവിടെ കാറ്റഗറൈസ് ചെയ്ത് പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. അത് നിങ്ങളുടെ സ്വന്തം ബ്ലോഗിലാണെങ്കിലും വെബ്സൈറ്റ് ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് കലാപരമായിട്ട് ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ല ട്രാഫിക് ഉള്ള നിങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ ഈ ലിങ്കുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറത്തുള്ള ഒരു പ്രതിഫലമായിരിക്കും തീർച്ചയായിട്ടും ഓരോ കച്ചവടം നടക്കുന്ന സമയത്തും അതിന്റെ കമ്മീഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുക എന്നുള്ളത്. അതിന് കൃത്യമായിട്ടുള്ള കണക്കുകളുണ്ട്. കൃത്യമായിട്ടുള്ള ടാക്സും കാര്യങ്ങളൊക്കെ ഫയൽ ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ അതിൽ തന്നെ ഉണ്ട്. അതുവഴി നല്ലൊരു ഏണിംഗ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് വരുന്നുണ്ടോ? നിങ്ങളുടെ അധ്വാനവും നിങ്ങളുടെ അറിവും അല്ലാതെ. ഇനി രണ്ടാമതായിട്ട് എല്ലാവരുടെ അടുത്തും വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്
അതുകൊണ്ട് ഞാനത് വളരെ ചുരുക്കിയാണ് പറയുന്നത്. ഒരു ജിമെയിൽ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒരു യൂട്യൂബ് വീഡിയോ കാണുന്നവനെ സംബന്ധിച്ചിടത്തോളം ഒരു കമന്റ് ഇടണമെങ്കിൽ പോലും ഒരു യൂട്യൂബ് ചാനൽ ആവശ്യമാണ്. യൂട്യൂബിൽ ഒരു കമന്റ് ഇടാൻ നേരത്താണ് പലരും ഓട്ടോമാറ്റിക്കായിട്ട് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ചാനലിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പല ആളുകൾക്കും അതിന്റെ പൊട്ടൻഷ്യൽ അറിയില്ല. യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് അത് റൺ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. യൂട്യൂബിന് അൽഗരിതം ഉണ്ട്. ആ അൽഗരിതത്തിനനുസരിച്ച് വേണം നിങ്ങൾ വീഡിയോകൾ ചെയ്യാനായിട്ട്. ഇന്ന് ഫുഡിന്റെ വീഡിയോ ചെയ്തിട്ട് മറ്റന്നാൾ ബഹിരാകാശ യാത്രയുടെ വീഡിയോ ചെയ്തെങ്കിൽ ചിലപ്പോൾ റീച്ച് കിട്ടിക്കോണമെന്നില്ല. പരസ്പര ബന്ധമുള്ള ഒരേ രീതിയിലുള്ള കണ്ടന്റുകൾ, ഒരേ രീതി എന്ന് പറഞ്ഞാൽ ആവർത്തന വിരസത എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്, ഒരേ കാറ്റഗറിയിൽ പെട്ടതായിട്ടുള്ള കണ്ടന്റുകൾ ചെയ്തു കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ റീച്ച് കിട്ടും എന്നുള്ളതാണ്. അതിൽ സ്ഥിരമായിട്ടുള്ള അപ്ലോഡുകളും നിങ്ങൾ കൊടുക്കണം. സ്ഥിരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദിവസം പല വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്നല്ല പറയുന്നത്. ആഴ്ചയിൽ 1, 2, 3 കൃത്യമായിട്ട് അപ്ലോഡുകൾ കൊടുത്തുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡും ക്വാളിറ്റിയുള്ള കണ്ടന്റ് നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ഓഡിയൻസുമായിട്ട് നിങ്ങൾക്ക് എൻഗേജ് ചെയ്യാനായിട്ട് സാധിക്കുകയാണെങ്കിൽ, യൂട്യൂബിൽ നിന്ന് നിങ്ങൾക്ക് സ്വപ്നം കാണുന്നതിനും അപ്പുറത്തേക്കുള്ള പണം സമ്പാദിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ. ഇനി മൂന്നാമതായിട്ട് നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത്, നമ്മൾ പല കാര്യങ്ങളും അന്വേഷിക്കുന്ന സമയത്ത് മീഡിയം എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ നിന്നുള്ള ആർട്ടിക്കിൾസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ലേഖനങ്ങൾ, പല വ്യക്തികൾ, പല എക്സ്പേർട്സുകൾ എഴുതുന്ന ലേഖനങ്ങൾ. നിങ്ങൾക്ക് എഴുതാനുള്ള കഴിവുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഏതെങ്കിലും മേഖലയിൽ നല്ലതായിട്ടുള്ള അറിവുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് മീഡിയം പാർട്ട്ണർഷിപ്പ് പ്രോഗ്രാമിലേക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. മീഡിയം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. അതിൽ കയറി അതൊന്ന് പരിശോധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും പ്രീമിയം കണ്ടന്റ് കിട്ടണമെങ്കിൽ നമ്മൾ പൈസ കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ ആ പ്രീമിയം കണ്ടന്റ് കൊടുക്കുന്ന ആൾക്കാർ ആരാണ്? അവരുടെ കൂട്ടത്തിലേക്ക് നിങ്ങൾക്കും ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് എഴുതാനുള്ള കഴിവുണ്ട് എന്നുണ്ടെങ്കിൽ. വളരെ ഗഹനമായിട്ടുള്ള വിഷയങ്ങൾ ആഴത്തിൽ എഴുതണമെന്നൊന്നും ഒരു നിർബന്ധവുമില്ല. ആൾക്കാരെ ഫാസിനേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഉപരിപ്ലവമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും ആൾക്കാർ നിങ്ങൾ എഴുതുന്നത് വായിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ജെനുവിനായിട്ടുള്ള കാര്യമായിരിക്കണം. അവർക്കും ഉണ്ട് പോളിസീസ്, ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ. അപ്പൊ നിങ്ങൾ എഴുതുന്നത് നല്ല സ്റ്റാൻഡേർഡുള്ള സംഗതിയാണെങ്കിൽ വായിക്കാൻ ആൾക്കാരുണ്ടാകും. അതിനനുസരിച്ച് എഴുത്തുകാർക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ 3 എണ്ണത്തിൽ ഇവിടെ നിർത്തുകയാണ്. ഇനിയും ഒരുപാട് വഴികളുണ്ട്. തീർച്ചയായിട്ടും എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും. നമ്മൾ ഈ ചാനലിലൂടെ മുൻപ് കുറച്ച് വീഡിയോകൾ ചെയ്തതിന് ശേഷം ഇടയ്ക്കൊരു ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മളത് റീസ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ പ്രതീക്ഷിക്കുകയുമാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ സംശയങ്ങളും നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളതും ചോദിക്കാവുന്നതുമാണ്. നമുക്ക് വരാനിരിക്കുന്ന വീഡിയോകളിൽ കൂടെ കാണാൻ സാധിക്കട്ടെ എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നമസ്കാരം.